അധികാരികൾ പരക്കെ കണ്ണടച്ചപ്പോൾ ഉദ്യോഗസ്ഥർ ഇതൊന്നും ഞങ്ങളുടെ പണിയല്ല എന്ന് വിധി എഴുതുമ്പോൾ കോൺഗ്രസിന്റെ പ്രമുഖ വനിതാ MLA രംഗത്തേക്ക് വരികയാണ്. ഈ വർഷം ജനുവരി, ന്യൂ ഇയർ ഇതൊക്കെ ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ടി വന്നപ്പോൾ ഒപ്പം കൂടി ആശ്വസിപ്പിച്ച മന്ത്രിമാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഉമാ തോമസ് എന്ന തൃക്കാക്കര MLA സ്റ്റേഡിയത്തിന്റെ റൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. ഈ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഒരു പൊതുപരിപാടിയിൽ സംഘാടകരുടെ ഒരൊറ്റ കഴിവുകേടുകൊണ്ട് മാത്രം ഉമാ തോമസ് സ്റ്റേജിൽ നിന്ന് വീഴുകയും മരണത്തോട് മല്ലിടിക്കുകയും ചെയ്തത്. എന്നാൽ അന്ന് അത് വലിയ വാർത്തയും പുകിലുമൊക്കെ ആയിരുന്നു എങ്കിലും അന്ന് നടന്ന ഗിന്നസ് റെക്കോർഡ് പോലും ഫണ്ട് തട്ടിപ്പിനുള്ള പരിപാടി മാത്രമായി മാറുകയായിരുന്നു. ഉമാ തോമസ് വീണതിന് പിന്നാലെയാണ് എല്ലാ തട്ടിപ്പുകളും പുറത്തു വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും മെസ്സിപ്പടയുടെ വരവിന് വേണ്ടി ലോകോത്തര നിലവാരമുള്ള സ്റ്റേഡിയം ഞങ്ങളിതാ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ മുതലാളിമാർ മുന്നോട്ട് വന്നത്. അവിടെ കായിക മന്ത്രി അടക്കം പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിൻഡോയിൽ കളി നടത്താൻ മെസ്സിപ്പട കേരളത്തിലേക്ക് കാല് കുത്തില്ല എന്നതാണ് പുറത്തു വരുന്നത്. എന്നാൽ മെസ്സി വരുന്നോ ഇല്ലയോ എന്നതിനപ്പുറം ഇനിയും ഒരുപാട് കളികൾ കളിക്കാനുള്ള സ്റ്റേഡിയത്തിന്റെ സുരക്ഷയെ കുറിച്ച് മാത്രമാണ് ഉമാ തോമസിന് പറയാനുള്ളത്. ഇനിയും ഒരാൾക്കും ഇത്തരത്തിൽ വീണു പരിക്കേൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമാ തോമസ് ഒരു തരി മണ്ണ് പോലും വീഴരുത് എന്ന് പറയുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സ്ഥലത്ത് എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തില് എനിക്കൊരു അപകടം ഇവിടെ സംഭവിച്ചത് കാരണം തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ സുരക്ഷാ കാര്യങ്ങളെ കുറിച്ച് എന്തായാലും ഞാൻ പറഞ്ഞിരുന്നേനെ. അന്നിവിടെ എന്റെ വീഴ്ചയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് വെച്ചാൽ ചോദിക്കുന്നവരാരും ഇതിൽ റെസ്പോൺസിബിൾ അല്ല എന്നുള്ളതുകൊണ്ട് GCDയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഞായറാഴ്ച ഞങ്ങൾ എഞ്ചിനീയേഴ്സിനെ അസൈൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് അവർക്ക് ആർക്കും ഡ്യൂട്ടി കൊടുക്കുന്നില്ല എന്ന്. അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്തു, ഞായറാഴ്ച ഇല്ല എങ്കിൽ ഇത് പൂട്ടിയിടല്ലേ വേണ്ടേ, അല്ലാതെ നമ്മുടെ സ്ഥലം തുറന്നു കൊടുത്തിട്ട് എന്ത് വേണേ ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചതാണ്. പക്ഷെ അതിനൊന്നും കൃത്യമായിട്ടുള്ള മറുപടി ഇല്ല. എന്തായാലും ആരും ഇപ്പോൾ എന്റെ വീഴ്ചയായിട്ട് ബന്ധപ്പെട്ട് റെസ്പോൺസിബിൾ അല്ല എന്നുള്ളത് കൊണ്ട് ഇതിനേക്കാളും വലിയൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ സ്റ്റേഡിയം പണിതപ്പോ ലീഡർ അന്ന് വിഭാവനം ചെയ്തതനുസരിച്ച് 3 മിനിറ്റ് കൊണ്ട് ഈ കംപ്ലീറ്റ് സ്റ്റേഡിയം ഇവാക്യുവേഷൻ നടക്കണം എന്തെങ്കിലും ഒരു അവശ്യഘട്ടം ഉണ്ടായാൽ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ആ ഇവാക്യുവേഷനുള്ള സ്ഥലമാണ് നമ്മൾ ആ ഫ്രണ്ടില് വനിതാ ഐസിനും മറ്റുമൊക്കെ ഇപ്പം റെന്റിന് കൊടുക്കുന്ന സ്ഥലം ഉള്ളത്. ഇപ്പൊ പക്ഷെ അവിടെ നടക്കുന്നത് ചുറ്റും മതിൽ കെട്ടിയതുപോലെ കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇവാക്യുവേഷൻ ഇവിടെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് ചെയ്യാൻ പോണെന്നൊക്കെ ഇപ്പോഴും വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. ഞാനന്ന് ഒരാൾ വീണിട്ട് ഇവിടുന്ന് ഏതാണ്ട് 15 മിനിറ്റോളം ആയി പുറത്തേക്ക് പോയപ്പോഴാണെങ്കിലും അവിടെ ഒരു ആംബുലൻസ് പോലും ഉണ്ടായിരുന്നില്ല. ഓടി വന്ന ആംബുലൻസ് ആണ് എന്നെ കയറ്റിക്കൊണ്ടുപോയത്. അത് കൊണ്ടുപോയതിന്റെ കഥയൊക്കെ നിങ്ങളെല്ലാം കണ്ടതാണ്. കയ്യും കാലും പിടിച്ച് ആ രീതിയിൽ അപ്പൊ അതുകൊണ്ട് എന്തെല്ലാം സുരക്ഷയാണ് ഇവിടെ നടത്താൻ പോകുന്നതെന്ന് അറിയാൻ എനിക്ക് വലിയ കൺസേൺ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരാൾക്കും സംഭവിക്കരുത് ഒരപകടവും. മെസ്സിയെ ഞാൻ വളരെ ആരാധനയോടുകൂടി വീക്ഷിക്കുന്നയാളാണ്. എനിക്ക് മെസ്സി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. മെസ്സി എന്നല്ല, മെസ്സിയെ കാണാനായിട്ട് വരുന്ന ജനത്തിന് ഒരാൾക്കും, പ്രത്യേകിച്ച് ഈ കേരളം മുഴുവൻ ഇവിടെ ഉണ്ടാവും എന്നുള്ളതിന് സംശയമില്ല. അപ്പൊ അവർക്ക് ആർക്കും ഒരു തരി കുഴപ്പമുണ്ടാവാൻ പാടില്ല എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഇതിന്റെ സുരക്ഷയെക്കുറിച്ച് എനിക്ക് വലിയ കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷെ മിനിസ്റ്റർ വന്നപ്പോൾ അതൊന്നും ചോദിക്കുകയുണ്ടായില്ല, നമ്മൾ കാണുകയുണ്ടായില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ലാസ്റ്റ് സെഷനിൽ ഞാനത് ഒരു കോളിംഗ് അറ്റൻഷനായിട്ട് എഴുതിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ അന്ന് അതിനേക്കാളും വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സഭ മര്യാദയ്ക്ക് നടക്കാത്തത് കൊണ്ട് ഈ ചോദ്യം ചോദിക്കാൻ പറ്റിയില്ല. പക്ഷേ റെക്കോർഡിക്കലി ആ ചോദ്യം എൻ്റെ അവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെയാണ് ഇവാക്യുവേഷൻ എന്നുള്ളത് പോലെ തന്നെയാണ് ഇവിടെ ചുറ്റും ഇപ്പൊ സ്ട്രെങ്ത് കുറഞ്ഞിരിക്കണമെന്ന് പറയുന്നുണ്ട്. സ്ട്രെങ്ത് എന്തുകൊണ്ട് കുറഞ്ഞു? അന്ന് ലീഡർ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് 45,000 കപ്പാസിറ്റി എന്ന് പറഞ്ഞെങ്കിലും അന്ന് 54,000 60,000 അടുത്ത ആളുകൾ ആ ഇനോഗ്രേഷൻ ടൈമിന് ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇപ്പൊ അത് 30 ആക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ സ്ട്രെങ്ത് കുറഞ്ഞത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടോ, അതിനെ പരിശോധിച്ചിട്ടുണ്ടോ, അത് നിവൃത്തീകരിക്കാനാണോ ഈ പണിയെല്ലാം ചെയ്യുന്നതെന്നൊക്കെ അറിയേണ്ടതുണ്ട്. മെസ്സിയെ കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ജീവിതാഭിലാഷമായിട്ട് എല്ലാവരും അത് ഏറ്റെടുക്കും. അതുകൊണ്ട് കാണാൻ വരും എന്നുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ അതിന്റെ പ്രിക്കോഷൻ എടുക്കണം എന്ന് ഞാൻ കരുതിയിരുന്നു. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതിയായിട്ട്